നമുക്കിന്ന് ചിക്കനും ചക്കയും കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കാം. അതിന് 300 ഗ്രാം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി ഒരു ചെറിയ കഷ്ണം ചക്കച്ചുള പറിച്ച് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. 5-10 കുരു കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചക്കപ്പുഴുക്കുണ്ടാക്കുമ്പോൾ ചക്ക കഴിക്കാത്ത നോൺ വെജുകാർക്ക് കഴിക്കാൻ സൂപ്പറാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 4 ആവി വരുന്നതുവരെ വേവിച്ചെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നാൽ അതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് സാധാരണ ചക്കപ്പുഴുക്കിൻ്റെ സ്വാദേ അല്ല, ഇത് വേറെ നല്ല സ്വാദാണ്. ചക്ക കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതുമൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും ചക്കയും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതുമൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നിങ്ങളുടെ കൈവശം കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ഇടുന്നത്. ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. അതിനുശേഷം അതിനു മുകളിലായി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വറുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.